ഇപ്പോൾ നമ്മൾ രാജസ്ഥാൻ ബോർഡറൊക്കെ കഴിഞ്ഞ് ഗുജറാത്ത് കയറി. ഗുജറാത്ത് നൈറ്റ് ഇന്നലെ നമ്മളൊരു ഊഞ്ച എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സർക്യൂട്ട് ഹൗസിൽ സ്റ്റേ ചെയ്തു. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ജീരകത്തിൻ്റെ ഫാക്ടറി ഉണ്ട്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. ഒരു ഗോഡൗൺ എന്നൊക്കെ പറയാം. അപ്പോൾ ആ വിശേഷങ്ങളിലേക്ക് പോകാം. എന്തോ ഗുജറാത്തിൽ എന്തോ എഴുതിയിട്ടുണ്ട്, അത് എനിക്ക് മനസ്സിലായിട്ടാ. സംഭവം ഇതാണ്, ജീരകത്തിൻ്റെ കയറ്റി വെക്കുന്ന എന്താണ് ഗോഡൗൺ. ഇവിടെ നമ്മളെ തളിപ്പറമ്പ് മീൻ മാർക്കറ്റെല്ലാം പോലെ അല്ല കേട്ടോ, ഓരോ ഇത് അപ്പുറം ഇപ്പുറം ഉണക്ക് വെക്കുന്നത് എന്താ ചേട്ടാ ജീരകത്തിൻ്റെ. ഇവിടെ നിന്ന് അതാ നീല റോട്ടുമ്പിലെ പോകുമ്പോൾ ഇപ്പം നല്ല മണടിക്കും ജീരകത്തിൻ്റെ കാറ്റെല്ലാം വരുമ്പോൾ. ഇവിടെ ചോദിച്ചോക്കാം നമുക്ക് ഉണ്ടോ എങ്ങനെയാണെന്നല്ലോ, ക്വാളിറ്റി എല്ലാം നോക്കിയിട്ട് കേട്ടോ. ഇവിടാന്ന് വെച്ചാൽ മിനിമം 20 കിലോ ലോഡ് എടുക്കണം നമ്മൾ, അങ്ങനെ തരില്ല, ലൂസായിട്ട് തരില്ല. അത് ഇങ്ങനെ കയറ്റി വയ്ക്കുന്നത് അങ്ങനെ വലിയ ഇതാണ്. അപ്പോൾ 200 രൂപ വെച്ചിട്ട് സ്റ്റാർട്ടിംഗ് ആണ്. പല ക്വാളിറ്റിയും അങ്ങനെയും നോക്കിയിട്ട് 200 വെച്ചിട്ട് തുടങ്ങാം. പിന്നെ നമുക്ക് ചെറുത് ലൂസ് 1/2 കിലോ അങ്ങനെ വാങ്ങുന്നതാണെങ്കിൽ പുറത്തുനിന്ന് വാങ്ങണം. പുറത്ത് ചെറിയ പീടികളുണ്ട്, ആടെ റേറ്റ് കൂടും, പക്ഷേ 250 അങ്ങനെ എത്തും. ഇവിടെ ഇപ്പോൾ ജീരകം മാത്രമല്ല കേട്ടോ, ജീരകം കൂടാണ്ട് എള്ള്, അയമോദകം, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളും വരലുണ്ട്. അതായത് ഇതെന്ന് പറഞ്ഞാൽ ഈ കൃഷിക്കാർ എടുത്തുന്നില്ല കണ്ടെത്തുന്നില്ല സാധനം ഇവിടെ കൊണ്ട് ഇറക്കും ആദ്യം. ഇവിടുന്ന് ലേലം വിളിയും കാര്യങ്ങളൊക്കെ നടക്കും. ഈ കാണുന്ന ഇതെല്ലാം ഓരോരാളെ ഇതാണ്. അപ്പോൾ ഇവർ ലേലം വിളിച്ചെടുത്ത് പിന്നെ ഇതിൻ്റെ അടുത്ത് ഒരു 4-5-6 കിലോമീറ്ററിനുള്ളിൽ കുറേ പ്രോസസ്സിങ് യൂണിറ്റുകളുണ്ട്, മെഷീനറിയൊക്കെ ഉള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഇത് വേർതിരിച്ചെടുക്കും. അതായത് ഇതിൻ്റെ പൊടി വേറെ, ഇത് വേറെ, പിന്നെ പല ക്വാളിറ്റികളിൽ 2-3 ക്വാളിറ്റികളിലൊക്കെ ഇത് പിന്നെ വേർതിരിച്ചെടുക്കും. അപ്പോൾ എന്നിട്ടാണ് പിന്നെ ഇത് ചാക്കുകെട്ടൊക്കെ ആക്കിയിട്ട് ഗോഡൗണിൽ കയറ്റി വിടുന്നത്. ഓരോ സ്ഥലത്തേക്ക് ഓരോ ഏരിയ വൈസാണ് കയറ്റി വിടും. അപ്പോൾ അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഇവിടുത്തെ ഇവരുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ 200 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്, ക്വാളിറ്റിക്ക് അനുസരിച്ച്. ജീരകത്തിൻ്റെ കാര്യമാണ്. ബാക്കി അപ്പോൾ നമ്മൾ ഇന്ന് വന്നതെന്ന് വെച്ചാൽ ഞായറാഴ്ച ഇവരുടെ ഇത് ലീവാണ്. അതായത് ബാക്കി ദിവസങ്ങളിലാണ് മൊത്തം പരിപാടികൾ. അതാണ് ഇന്ന് ഇത്ര തിരക്ക് കുറവ്. ഇല്ലെങ്കിൽ ഇവർ ഇതിൻ്റെ ഉള്ളിൽ കാല് കുത്താൻ കഴിയില്ല, വണ്ടിയായിട്ടും ലോറിയും ആൾക്കാരുമായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ വരയ്ക്കുന്നത്, തിരക്ക് തീരെ ഇല്ല, ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ബാക്കി അധികം കടകൾ ആരും അങ്ങനെ താല്പര്യം കാണിക്കുന്നില്ല. നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ 1-2 പേര് നമ്മളിങ്ങനെ ദൂരത്ത് വന്നതെന്നല്ല അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ അവരൊന്ന് അല്ലാത്ത ദിവസം വന്നാൽ നിങ്ങളോട് എല്ലാം ഡീറ്റെയിൽ ആയിട്ടും പറഞ്ഞു തരുന്ന പറഞ്ഞത്. അപ്പോൾ അത്രയൊക്കെയാണ്. ഇത് സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാൻ ഊഞ്ച, ഗുജറാത്തിലാണ് ഊഞ്ച. ഈ കാണുന്ന എല്ലാം നേരം ജീരകത്തിൻ്റെ ഗോഡൗണും എന്താ പറയണ്ടേ, ഹോൾസെയിലാണ് എന്നതിന് പറയാം. കൂട്ടിയിട്ടുള്ള ഓരോ ഗ്രേഡ് ടൈപ്പുള്ള ഇതാണ്, അതാ അവർ പറഞ്ഞത്. പല ക്വാളിറ്റി ഉള്ളതുണ്ട്. 2 ക്വാളിറ്റി ഇവിടെയായി. ഇതാ നല്ല കറുത്ത ഒന്ന് കാണുന്നത്, ഓരോന്ന് വെളുത്തുണ്ട്. ഇപ്പോൾ ഈ ഗോഡൗണ്ട് അതിൻ്റെയൊക്കെ പുറത്ത് ഒരുപാട് ചെറിയ പീടികളുണ്ട്. ഇന്നും ഇത് പറഞ്ഞ പോലെ ഞായറാഴ്ച ആയതുകൊണ്ട് കുറേ എണ്ണം ലീവിലാണ്, പൂട്ടിയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇവിടെയും നമ്മൾ വില ചോദിച്ചാലും അവർ 300 രൂപയാണ് പറയുന്നത്. 300 രൂപയിൽ കുറയുന്നില്ല, 1 രൂപ പോലും അതിൽ കുറക്കുന്നില്ല. അതുപോലെ നമുക്ക് അത്രേ കിട്ടുമല്ലോ. നാട്ടിലെ റേറ്റ് നിങ്ങൾക്ക് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലാഭമാണോ ഇവിടെ നിന്നുള്ളത് എന്ന് കമൻറ്റിൽ എല്ലാവരും രേഖപ്പെടുത്തുക.